ഹലോ അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയ വീട്ടിലേക്ക് ഓർക്കും സ്വാഗതം. മാഷാ അല്ലാഹ്. അവനോഫില എന്തൊക്കെ വിശേഷം? ഉണ്ട്. അപ്പൊ ഇവനെ പൊടിയല്ലേ കല്യാണത്തലേന്നാണ് ജിൽഷാദിന്റെ ആദ്യത്തെയും അവസാനത്തെയും ഒടുക്കത്തെയും കല്യാണത്തിന് കല്യാണം സോറി മറ്റേത് പേരിന് ഒരു പാട്ടുണ്ടോ? എന്ത് പാട്ടുണ്ട്? പിന്നെ മക്കളെ നമ്മുടെ ഡ്രസ് കോഡ് വന്നിട്ടുണ്ട്. അപ്പൊ സർപ്രൈസ് ആണ്. ഡ്രസ് കോഡ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് അതുപോലെ തന്നെ നമ്മ ചെക്കന്മാരും ഡ്രസ് കോഡ് ഉണ്ട് കേട്ടോ. രണ്ടും വൈബാണ് ഉണ്ട് കേട്ടോ. ഒരു നമ്മളെ ഉഷാർ ഡ്രസ് കോഡ്. നമ്മളാരായി ആയി ബാക്കി ഒഴിച്ചോളി. അപ്പൊ നമ്മള് ഹലോ. അപ്പോ അടുത്തത് സഫുവാന്റെ പാട്ടാണ്. പാട്ടുകൾ പരിപാടിക്ക് അടിച്ചു പൊളിക്കൂലേ? അടിപൊളി. രണ്ട് നായ്ക്കള് വണ്ടിയിലുണ്ട് കേട്ടോ. കട്ടാണ് ഓക്കെ. കട്ടാക്കുന്നു കേട്ടോ. ഒള്ളിനെ അപ്പൊ അങ്ങനെ അപ്പൊ എടാ ദിശയിലോട്ട് പോയിട്ടുണ്ട്. പിന്നെ ഇന്നും കൂടിയാണ് അവിടെ അലോടുള്ളൂ. നാളെ കല്യാണം കഴിഞ്ഞ് അവന്റെ പേരെ കാലത്ത് പണിയെടുക്കണ്ടേ? പണിയല്ല, അവന്റെ കല്യാണം കഴിഞ്ഞു ഓനക്കൊരു ജീവിത സഖിയായി. ഇന്നെ പിന്നെ ആൾക്കാരൊക്കെ പലതും പറയുന്നുണ്ട്. എന്തൊക്കെയാ പറയുന്നു. ഇതോടെ ചീത്തപ്പേര് മാറി കിട്ടണം. അല്ല, അവർക്കൊരു സ്പേസ് ഉണ്ട്, അത് ഈ കൊടുക്കണം. എന്താ പറഞ്ഞത് മനസ്സിലാവുണ്ടോ? അല്ല ഇത് ജിൽഷാന്റെ എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ് അല്ലേ നമ്മുടെ അതേ കല്ലിലുണ്ടാവും. അത്രേ ഉള്ളൂ. പിന്നാലെ പൊളിക്ക് പിന്നാലെ എല്ലാത്തിനും കൂടെ ഉണ്ടാകും. അവന്റെ പിന്നാലത്തെ എല്ലാ വീഡിയോ ഉണ്ടാവും. അത്രേ ഉള്ളൂ. ജിൽഷാന്റെ 10 വീഡിയോ ആണ്, എന്റെ 20 വീഡിയോ ആണ്. അപ്പൊ എന്റെ വീഡിയോ എല്ലാരും കാണും, അവന്റെ വീഡിയോ ആരും കാണണ്ട. പണി ഒന്ന് പ്ലാൻ ചെയ്യേ. പണിയാണ് പ്ലാൻ ചെയ്യട്ടെ. ഇതില് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നാളെ വീഡിയോ ഇടുമ്പോ ചങ്ങായി കാണുകയാണെങ്കിൽ കട്ടിലിന്റെ സ്ക്രൂ അളക്കിട്ടാലോ? അതൊക്കെ അതൊക്കെ നമ്മൾ അടിച്ചു. പിന്നെ നാളെ അടുത്ത ആഴ്ച റെഡി ആവില്ല. റെഡി ആവരുത്. ഇല്ല ഗൈസ്, ഞങ്ങളൊന്നും ചെയ്യില്ല. ഉണ്ട് കേട്ടോ ചെക്കൻ. എന്താ വേറൊരു ഇത് തന്നെ കേട്ടോ. ഡാവ് ഡാക്കിന്റെ വലിയ ഡാവാ. ഇവിടുത്തെ കണ്ട് ഇതാ കട്ടൊക്കെ പച്ചക്കട പിടിക്കല്. എന്താ എന്താ പറയാ ഫസ്റ്റ് അല്ലല്ലോ വെറുതെ കണ്ടുവരിക. ഡ്രസ് പുറത്തിരില്ലേ? ഡ്രസ് പുറത്തിരിക്കല്ലേ വൈബ് പോവും. വാടന്നല്ല അർജുന മേടിച്ചതാ മക്കളെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ജിൽഷാന്റെ വീട്ടിൽ പോകട്ടോ. അപ്പൊ പോകാട് പോയി കാണാം. എങ്ങനെയാണ് എന്താ പറഞ്ഞു മനസ്സിലായില്ല അല്ലെ? എന്താണ് ഉറപ്പാണോ? ഞാൻ എന്റെ വീഡിയോ എടുത്തില്ല. നമ്മളെ മുഞ്ചില്ലാത്ത ആൾക്കാരെന്ന് വെച്ചില്ലല്ലേ? അത്രേ ഉള്ളു. അല്ല വാങ്ങടുത്ത്. അപ്പൊ മാഷാ ഇതാണ് അവന്റെ വീട്. ജിഷാന്റെ വീട്. ജിഷാന്റെ വീട്ടിലേക്ക് എത്തി. ഞങ്ങൾ ഒന്നിച്ച് വരാൻ വിചാരിച്ചു. അപ്പൊ ആരുടെ ഓട്ടുന്നത് ഇതാണ്. മാഷാ അവന്റെ വീട് കാര്യങ്ങള് കച്ചവടമുണ്ട്. എന്തെങ്കിലും വിശേഷം? നാളെയല്ലേ നിക്കാഹ്? ആദ്യത്തെയും അവസാനത്തെയും നമ്മളെ ചെക്കന്റെ മണിയാറ കാണാൻ വന്നതാണ്. ഇതെന്താ ടെൻഷൻ ഉണ്ടോ? എന്തിനു ടെൻഷൻ? ഇല്ല ആദ്യത്തിലടാ. ഹാപ്പി ബർത്ത്ഡേ ടു യുടെ ഒന്ന് എന്റെ പണി. ഒരു തൊയിലും കൊണ്ടോ പൂവുണ്ട്. അതൊക്കെ ആ എലി അടിച്ചതും അണ്ണാവത്തേക്ക് വിനോട് ഇതെടുത്തോ. നല്ല ചെറുത് മാട്ടെ. മാഷാ അല്ലാഹ്. അല്ലാ അപ്പൊ ഇതാണ് ജിൽഷാന്റെ. മാഷാ അല്ലാഹ്. അപ്പൊ ഇതാണ് ജിൽഷാന്റെ മണിയറ. മാഷാ അല്ലാഹ്. ഇങ്ങനെ പണിയൊക്കെ കഴിഞ്ഞാണ് ആദ്യമായിട്ട് വരുന്നത്. വരാൻ പറ്റില്ല. അല്ല നൗഫലെ ഇത് കൊളാക്കി കൊടുക്കണ്ട നമുക്ക്? അല്ല അതിനെ പറഞ്ഞ സ്ഥലത്ത്
ഇത് കൊളാക്കി കൊടുക്കണം നമുക്ക് എന്തെങ്കിലും കൊളാക്കി കൊടുക്കണ്ടേ? മടക്കി വെച്ചതാ മണിയറങ്ങളുണ്ടാവും നമ്മുടെ ചാനലിലൂടെ നിങ്ങൾ കണ്ടില്ല എന്ന് പറയുന്നത് കൗണ്ടറുകൾ വരും. മടക്കി വെച്ചില്ല അത് ആകെ പോയിക്കും. ബിലാല് പറഞ്ഞ പോലെ കേട്ടോ. പുറത്തേക്ക് പൊട്ടില്ല പോലെ അല്ല അങ്ങനൊന്നുമില്ല. ആകെ ചവിട്ടിലൊക്കെ എന്നിട്ട് നാളെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നാളത്തെ തീരുമാനങ്ങളാണ്. അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ലേ? അറിയേണ്ട ഒരു സംശയം ഉണ്ടായിരുന്നു. അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല കണ്ടില്ല. എന്നിട്ട് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ സെറ്റ് അല്ലേ? ഫുള്ള് എല്ലാം സെറ്റ്. 3XL ആണ്. ചൊറുക്കുണ്ട്. നീ നോക്കാൻ നിൽക്കണ്ട. ഇത് ഞങ്ങളൊന്നും കാണിക്കാതെ എന്താ? താരം ഓനാണ്. അല്ലേ താരം ഓനാണ്. ഫുള്ള് ഓല എടുക്കണേ. ഞാൻ എന്റെ ബ്ലോഗ് ഐക്കോണിലാക്കിയ ഞങ്ങൾ പാവങ്ങളാണ്. അത് താഴത്തെ കടം വാങ്ങിട്ട് കഴിച്ചോ ഞാൻ ഫുഡ് കഴിച്ചു. ഇല്ലാന്ന് പറയുന്നത് അല്ല, അറിയില്ല. നമ്മൾക്ക് തലേദിവസം നാളല്ലേ അല്ലേ? സംശയം സംശയം. അടത്തില് ചളിയാവുന്ന അറിയില്ലേ? രണ്ടാൾക്ക് കുളിക്കാൻ എങ്ങനെ ഇപ്പൊ അതൊക്കെ നോക്കിയിട്ടില്ലേ? അങ്ങനെ എന്റെ റൂമിൽ ഇങ്ങനെ അപ്പൊ രണ്ടാളും എങ്ങനെ കുളിക്കാൻ പോലെ ചോദ്യം ചോദിച്ചു പറ. രണ്ടാളെങ്ങനെ കുളിക്കുക? എനിക്ക് യൂറോപ്യൻ പറഞ്ഞല്ലേ, ഞാൻ പുറത്തു പോകും. അത്രേ ഉള്ളൂ. ചുമ്മാ ചെക്കനെ ഉണ്ടാക്കിപ്പാട്ട് നാളെ റിലീസാക്കല്ലേ? പൂക്കണ സാധനം ഓക്കെ, ഞങ്ങൾ പണിയുണ്ട്. ഓക്കെ, ഞങ്ങൾ ചെക്കവന് പണിയാണ് ചോദിക്കുന്നത്. ഞങ്ങൾ ഒന്നിച്ചിട്ടാണ്. അതാണ് ചിട്ടും നിങ്ങില്ല. കോമഡി നോർമലാക്കി ഇങ്ങനെ ആൾക്കാരത് പഠിക്കാനോ? സർപ്രൈസ് ആണ്. അത് വേറെ കണ്ടന്റ് ആക്കിയിട്ടുണ്ട്. അല്ല, ഇതൊക്കെ ഇപ്പൊ ഇതിന് കേട്ടിക്കൊണ്ടോ? ഞാൻ കട്ടാക്കൂല ലൈവ് കട്ടേനോ? നോക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ ലുക്ക് വിരാശാനാട്ടോ. ബിരിയാണി മേടിച്ചു തരല്ലേ? കമന്റ് ഉണ്ടാവും. എനിക്ക് മാങ്ങന്നല്ലേ? അപ്പൊ ഈ കല്യാണ വൈബ് എന്ന് പറയുമ്പോ അല്ലെ ഭയങ്കര ഒരു കൂടുതലും നമ്മക്കൊക്കെ സന്തോഷം കൂടുതൽ കാര്യങ്ങൾ അറിയാം. ലേറ്റസ്റ്റ് ആയിട്ട് കല്യാണം കഴിഞ്ഞത് നോക്കലിനെയാണ്. എന്റെ ഇങ്ങനെയൊക്കെ തന്നെ നിങ്ങൾ ഓൾഡ് കണ്ടിയ ആൾക്കാരെ പറയേണ്ടത്. പിന്നെ ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിവിടെ 1 2 3 4 5 6 7 8 ആളുണ്ട്. 8ാമത്തെ പോന്റെ കല്യാണം. അങ്ങനെ 7 ആളും കല്യാണം കഴിഞ്ഞില്ല. കുട്ടിയാകത്തോർക്ക് ഉണ്ടാക്കണം. ഇപ്പൊ രണ്ടാളും ഭാര്യമാര് പ്രഗ്നന്റ് ആണ്. പക്ഷെ ഞങ്ങൾ സംഭവം കേട്ടോ, കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചക്ക് വ്യത്യാസമുണ്ടോ? പ്രസവം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്. അല്ല കോച്ചിങ് ഉണ്ടോ? ചെക്കനെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലേ ഒന്ന് ക്ലിയർ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഒരു Q&A ആണെങ്കിൽ നമുക്ക് അല്ല സ്വപ്പാന്റെ ഒരാഴ്ച വ്യത്യാസമുള്ളൂ. നല്ല ഇത് ഭയങ്കര കലപ്പാണല്ലോ. ഇന്ത്യയുടെ ഭേദം. നമ്മളെ നല്ല എവിടെ പോയ സിസ്റ്റം. മക്കളെ അങ്ങനെയൊക്കെ കാര്യങ്ങള്. അപ്പൊ ജിഷാന്റെ ഫുഡൊക്കെ കിട്ടും. ഞാൻ ചോദിക്കാം, നിങ്ങക്ക് നാളെ എനിക്ക് നാളെ ഇക്കാര്യങ്ങളുണ്ട്. ഇതുണ്ടല്ലോ രാവിലെ ഒരു കിലോ എടുത്തോളൂ. അങ്ങനെ പോലെ കൽക്കണ്ട കനിയല്ലേ കൽക്കണ്ട കനിയല്ലേ മാസനിലാവ് പോലെ കവിളിൽ ഒളിമുള്ള പോലെ
കാത്തിരിക്കുന്നാരേ നീ ഇന്നു പെണ്ണാടേ മധുരമെല്ലാം മാരനെ നീ നൽകപ്പോ മോളെ കുറുക്കി വെച്ച പാലാണ് സാധന വഴിയിലെ കാമിനി നെഞ്ചിരിയേതാണ് പറയൂ നിൻ മനസ്സിൽ നിന്നെന്താണ് മനസ്സിലങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പൊ അങ്ങനത്തെ ഇട്ടോ പിന്നെ ചെക്കന്മാരൊക്കെ പോടെ അപ്പൊ നൗഫലെ, ഇർഷാദെ, ചങ്കുമണിക്കളെ അപ്പൊ എന്തായാലും മക്കളെ, അപ്പൊ ജിൽഷാന്റെ മണിയാറ വീഡിയോ ആണ് കണ്ടത്. അതുപോലെ തന്നെ ഇന്ന് ഒരുപാട് ആളുകളുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഞങ്ങള് ഇങ്ങോട്ട് വരുമ്പോ നല്ല വൃത്തിണ്ടാകും പങ്ങനാക്കി കൊടുത്തിട്ടുണ്ട്. മോശം അപ്പൊ എന്തായാലും ഇൻഷാ അല്ലാ. അപ്പൊ ഒരു മിനിറ്റ് നമ്മുടെ സമാധാനം നാളവും പറയണേ ഓക്കെ എല്ലാരും ബൈക്കാണ് നാളെ പോവല്ലേ നാളെ യാത്ര ട്രിപ്പ് നാളെ എവിടേക്കെങ്കിലും പോകുമ്പോ വയനാട് വരാം. ഇൻഷാല്ലാ. ഇവിടെ നമ്മുടെ എല്ലാരും പെണ്ണുങ്ങളെ കൂട്ടിക്കോളി. അപ്പൊ എന്തായാലും അപ്പൊ ജിൽഷാന്റെ ഡ്രസ് മാറ്റിയിട്ട് അതുപോലെ തന്നെ അവിടെ എത്തുന്ന വീഡിയോ അല്ലെങ്കിൽ എല്ലാ വീഡിയോസ് നമ്മൾ വ്ളോഗിലുണ്ടാവും. അപ്പൊ എന്തായാലും എല്ലാരും കാണുക. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നതിനേക്കും ബൈ ബൈ. ബൈ. നമ്മുടെ